കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു യുവ കലാകാരനെ മലയാളികൾ, പ്രത്യേകിച്ച് യുവാക്കൾ, വല്ലാതെ അങ്ങ് ആഘോഷിക്കുകയാണ്. അവൻ പോകുന്ന വഴികളെല്ലാം ജനസാഗരമായി മാറാൻ തുടങ്ങി. അലക്കിത്തേച്ച വസ്ത്രങ്ങൾ ധരിച്ച് വേദികളിൽ പ്രത്യക്ഷപ്പെടുക എന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ തനതു ശൈലിയിൽ വേദികളെ ഇളക്കിമറിച്ച വ്യക്തിത്വം. കേവലം അവതരണം എന്നതിലുപരി തൻ്റെ ഓരോ വരികളും മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്നതാവണം എന്ന ലക്ഷ്യബോധമുള്ളവൻ. അത്തരത്തിൽ ഒരു യുവാവ് എങ്ങനെയാവണം, ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്ന് തൻ്റെ വരികളിലൂടെ വരച്ചു കാട്ടിയ ഗായകൻ. അതെ, വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ പറ്റിയാണ് പറയുന്നത്. 2 ദിവസമായി പ്രധാന മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുകയാണ്. വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടി, വേടൻ കഞ്ചാവ് ഉപയോഗിച്ചോ, വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അങ്ങനെ അങ്ങ് വാർത്തകളുടെ മേളം. നിലവിൽ വേടൻ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 6 ഗ്രാം കഞ്ചാവാണ് വേടൻ സന്ദർശിച്ച 9 പേർ ഉൾപ്പെട്ട ഫ്ലാറ്റിൽ നിന്നും പിടികൂടിയത്. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പ്രകാരം 1 കിലോ വരെയുള്ള അളവിൽ കഞ്ചാവ് പിടികൂടിയാൽ അത് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പരമാവധി 6 മാസമോ 10,000 രൂപ പിഴയോ ഒടുക്കി കടന്നു പോകാൻ കഴിയുന്ന ഒരു കേസ്. സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരളവ് മാത്രമാണ് ഈ പിടികൂടിയ 6 ഗ്രാം. എന്നിരുന്നാൽ കൂടി നിരോധിത ലഹരി വസ്തുവായ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. കിലോ കണക്കിന് കഞ്ചാവും സിന്തറ്റിക് ലഹരി വസ്തുക്കളും രാജ്യത്തിനകത്തും പുറത്തും നിന്നൊക്കെയായി പല വഴികളിലൂടെ കേരളത്തിലെത്തുന്നുണ്ട് എന്നതൊരു സത്യമാണ്. ആ വഴികൾ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം നടത്തുകയും പൂർണ്ണമായും അവ ബ്ലോക്ക് ചെയ്യുകയുമാണ് വേണ്ടത്. എന്നാൽ ഇവിടെ നടക്കുന്നത് അതാണോ? 1 ഗ്രാം പിടികൂടി, 5 ഗ്രാം പിടികൂടി എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ലഹരിക്കെതിരെ പോരാടുന്നു എന്നുള്ള ഒരു പരസ്യ പരിപാടിയിലേക്ക് ചുരുങ്ങിപ്പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേടന് ലഭിച്ച സ്വീകാര്യത കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് ഉടനെ തന്നെ പല കൈകളും ഉയരുമെന്ന്. കാരണം ഈ നാടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. താഴെത്തട്ടിലുള്ളവൻ വളർന്നു വന്നാൽ വലിച്ചു താഴെ ഇടുന്ന ഒരു രീതി. വേടന് വേദികളിൽ കിട്ടുന്ന സ്വീകാര്യത ഇതേ മേഖലയിലുള്ള പലരുടെയും മാറ്റു കുറച്ചേക്കാം എന്ന ഭയം വന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഭവങ്ങളെന്ന് പറയേണ്ടി വരും. നമുക്കതിനെപ്പറ്റി വിശദമായി പരിശോധിക്കാം. 9 പേരടങ്ങിയ ഫ്ലാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവ് പിടികൂടി. അത് ചിലപ്പോൾ വേടൻ്റെ ആവാം, അല്ലെങ്കിൽ അതേ ഫ്ലാറ്റിലെ മറ്റാരുടേതെങ്കിലും ആവാം. മറ്റൊരു പ്രധാന ഘടകം ഫ്ലാറ്റിൽ നിന്നും ആയുധങ്ങൾ കിട്ടി എന്നതാണ്. വാക്കത്തിയൊക്കെയാണ് ആയുധങ്ങളായി കണക്കാക്കിയത്. അങ്ങനെ നോക്കിയാൽ വീട്ടിൽ കോടാലിയും കത്തിയും വെട്ടുകത്തിയും ഒക്കെ വെച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നാളെ അകത്തായേക്കാം. എന്താ അല്ലേ? വേടന് കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആയുധം എന്നൊക്കെയുള്ള വാദവും നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് വേടൻ്റെ കഴുത്തിലെ പുലിപ്പല്ല് ഒരു വിഷയമാക്കിയത്. തൻ്റെ ആരാധകൻ നൽകിയ ഒരു സമ്മാനമാണ് അതെന്നും അത് ഒറിജിനലാണോ എന്ന് ഉറപ്പില്ല എന്നൊക്കെയാണ് വേടൻ പറയുന്നത്. എന്തായാലും പുലിപ്പല്ല് വിഷയത്തിൽ വനം വകുപ്പ് കടുത്ത നിയമ നടപടികളുമായി അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. ഇവിടെയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന ചോദ്യം ഉയരുന്നത്. പറഞ്ഞു വരുമ്പോൾ അങ്ങ് 2011 പോകേണ്ടി വരും. മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടികൂടിയ കേസ് ഇതേ വനം വകുപ്പ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് സംസാരിക്കേണ്ടി വരും. 2011 ഡിസംബറിലാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് കേസിൻ്റെ തുടക്കം. എറണാകുളം തേവരയിലെ വീട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധനയിൽ 2 ജോഡി ആനക്കൊമ്പുകളാണ് കണ്ടെത്തിയത്. പോരാത്തതിന് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളും. സംഭവം നടന്നപ്പോൾ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചെങ്കിലും വനം വകുപ്പ് ഉടനെ കേസെടുത്തില്ല. കേസ് എടുക്കുന്നത് 2012 ജൂൺ മാസത്തിലാണ്. എത്ര മാസത്തെ ആലോചന വേണ്ടി വന്നു എന്ന് നോക്കണം. ആ ആനക്കൊമ്പ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തതുമില്ല. നിയമലംഘനം വ്യക്തമായിട്ടും മോഹൻലാലിനെ കസ്റ്റഡിയിലെടുത്തോ? അതുമില്ല. നോട്ടീസ് നൽകി വനം വകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വിളിച്ചു വരുത്തുക പോലും ചെയ്തില്ല. മറിച്ച് മോഹൻലാലിൻ്റെ സൗകര്യപ്രകാരം വീട്ടിലെത്തിയാണ് ആ കേസിലെ മൊഴി പോലും രേഖപ്പെടുത്തിയത്. തൃശ്ശൂരിലും കൊച്ചിയിലുമുള്ള 2 സുഹൃത്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകൾ എന്നതായിരുന്നു മോഹൻലാൽ നൽകിയ മൊഴി. ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ നിയമമില്ലാതിരുന്നിട്ടും ഈ മൊഴിക്ക് ശേഷവും മോഹൻലാലിനെതിരെ വനം വകുപ്പിൻ്റെ സൈഡിൽ നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് മോഹൻലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് ആനക്കൊമ്പിന്മേൽ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും തുടർന്ന് ചട്ടങ്ങൾ പലതും മറികടന്നുകൊണ്ട് വനം വകുപ്പ് മോഹൻലാലിന് ഈ ആനക്കൊമ്പിന്മേൽ ഉടമസ്ഥാവകാശം അനുവദിച്ചു.
അന്നത്തെ UDF സർക്കാരിൻ്റെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണ് ഇതിന് സഹായിച്ചതെന്ന ആരോപണം അന്നും ഇന്നുമുണ്ട്. എന്നാൽ ഭരണം മാറി LDF സർക്കാർ വന്നിട്ടും താരത്തിനെതിരെ പറയത്തക്ക നടപടിയൊന്നും ഉണ്ടാവാത്തതായും കാണാം. പിന്നീട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയെങ്കിലും തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയായിരുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും താരത്തെ വേടനെ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. പല പ്രമുഖരുടെയും കഴുത്തിൽ കിടക്കുന്ന പല്ലുകളുടെ ചിത്രം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. എന്നാൽ അവരെല്ലാം വേടനെപ്പോലെ അകത്താവും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ നല്ലൊരു വിഡ്ഢിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. വേടനെയും വിനായകനെയും തൂക്കാനുള്ള ആർജവം മോഹൻലാലിനെ പോലെയുള്ള വമ്പന്മാരുടെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ഒരു സംരംഭം തുടങ്ങുന്ന പാവങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രം അടിക്കടി പരിശോധനയും കൂട്ടി സീൽ വയ്ക്കലും കാണാം. എന്നാൽ അതേ സ്ഥാനത്ത് കോടിപതികളാണെങ്കിലോ? സർക്കാർ ജീവനക്കാർ ഒരു കുറ്റം ചെയ്താൽ സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം. പാവങ്ങളാണെങ്കിലോ കഴുത്തിൽ തൂക്കിയെടുത്ത് അകത്തിടും. വേടൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ലഹരിയുടെ കാര്യത്തിൽ മുന്നോക്കം പിന്നോക്കം എന്നൊന്നുമുള്ള വ്യത്യാസമില്ലെന്നാണ്. പിടിപാടുകൾ ഉണ്ടെങ്കിൽ ലഹരിക്കേസിൽ നിന്നും പല പേരുകളും ഒഴിവാകും. ഏത് മേഖല എടുത്താലും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇവിടെ ജാതിയുമുണ്ട്, മതവുമുണ്ട്, പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസവുമുണ്ട്. സർക്കാരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഈ കീഴ്വഴക്കങ്ങളെല്ലാം അന്നും ഇന്നും ഒരുപോലെ തന്നെ.